അധ്യാപകരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വിദേശ ശക്തികളിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ആഗസ്റ്റ് 15. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം എന്നീ മൂല്യങ്ങളിലൂടെ രക്തത്തിനും ജീവനും പകരം കൊണ്ടതാണ് ഈ സ്വാതന്ത്ര്യം. നൂറ്റാണ്ടുകളോളം നമ്മെ അടക്കി ഭരിച്ച് ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്തവരോട് വിശ്രമമില്ലാത്ത പോരാട്ടം നടത്തിയാണ് നാം ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം കാണുന്നത്. രാജ്യത്തിന്റെ നാനാഭാഗത്തും മരിച്ചു വീണ ആയിരക്കണക്കിന് ആളുകളുടെ ചോരയും വിയർപ്പുമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. മഹാത്മാഗാന്ധി, നെഹ്റു, ഗോഖലെ, ആസാദ് തുടങ്ങിയ ധീര ദേശാഭിമാനികളുടെ പോരാട്ടത്തിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ ധീര നേതാവാണ് ഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായിയുടെയും മകനായി ജനിച്ച അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. നിയമപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലായിരുന്ന കാലത്ത് നേരിട്ട വർണ്ണവിവേചനമാണ് ഗാന്ധിജിയുടെ ചിന്തകളെ മാറ്റിമറിച്ചത്. ഇന്ത്യക്കാർ നേരിടേണ്ടി വന്ന അനാചാരങ്ങൾക്കെതിരെ പോരാടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടും തൂണായി പ്രവർത്തിച്ചു. അക്രമരഹിതമായ സത്യാഗ്രഹ സമരങ്ങൾ നടത്തി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു. ആയുധമെടുക്കാതെ പോരാടുക, സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ തത്വം. ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയുമാണ് ഗാന്ധിജിയെ മഹാത്മാവാക്കി മാറ്റിയത്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകി. ഗാന്ധിജിയുടെ സമരമുറകൾ വ്യത്യസ്തമായിരുന്നു. നിസ്സഹകരണം, നികുതി നിഷേധം, നിയമലംഘനം എന്നിങ്ങനെയായിരുന്നു വിപ്ലവ പദ്ധതികൾ. 1930 ഉപ്പു സത്യാഗ്രഹവും 1942 ക്വിറ്റ് ഇന്ത്യ സമരവും ജനപങ്കാളിത്തത്തോടെ വൻ വിജയമായി. അഹിംസയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നടത്തിയ ഇത്തരം സമരങ്ങളിലൂടെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവായി. എന്നാൽ 1948 നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് അദ്ദേഹം ഈ മണ്ണിൽ മരിച്ചു വീണു. സമത്വസുന്ദരവും മതമൈത്രിയും നിറഞ്ഞ ഇന്ത്യ ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു. സ്വാതന്ത്ര്യം നേടി 77 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗാന്ധിജി കണ്ട ഇന്ത്യയെ സാധ്യമാക്കുവാൻ കഴിഞ്ഞുവോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ നയിക്കേണ്ടത്. ഗാന്ധിജി കണ്ട ഇന്ത്യയെ നമുക്ക് പടുത്തുയർത്താം. ആ മഹാത്മാവിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കാനായി നമുക്ക് ഒരുമിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.